1746 ഓടനാട് തിരുവിതാംകൂർ യുദ്ധം. ഓടനാടിനെ തോൽപ്പിച്ച് കീഴടക്കി തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഈ കൊട്ടാരം ഇവിടെ പണി കഴിപ്പിച്ചത്. കൃഷ്ണപുരം കൊട്ടാരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മറ്റു നാട്ടുരാജ്യങ്ങൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ ഓണാട്ടുകരയും ആക്രമിച്ചു. എന്നാൽ എരുവയിൽ അച്യുതവാര്യർ എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ കായംകുളം സൈന്യം അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചു. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയായിരുന്ന രാമയ്യൻ ദളവ എരുവയിൽ അച്യുതവാര്യരെ ചതിയിൽ കുടുക്കി വധിക്കുകയും അതോടെ ദുർബലമായ കായംകുളം സൈന്യത്തെ മാർത്താണ്ഡവർമ്മ അതിശക്തമായി ആക്രമിക്കുകയും ഓണാട്ടുകര പിടിച്ചടക്കുകയും ചെയ്തു. പരാജിതനായ കായംകുളം രാജാവ് നാടുവിട്ടു. അങ്ങനെ 13 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചു. 1700-1775 കാലഘട്ടത്തിൽ ഓടനാട് വീരരവിവർമ്മ രാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരം പൊളിച്ചു നീക്കിയാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരം ആയതിനാൽ ഇവിടെ രാജഭരണം നടന്നിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ വാസ്തുവിദ്യാ രീതിയിൽ കൃഷ്ണപുരത്തെ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം പണിതീർത്ത 16 കെട്ടോടു കൂടിയതാണ് കൃഷ്ണപുരം കൊട്ടാരം. കൊട്ടാരത്തിൽ കാണുന്ന നിരവധി കേരളീയ ശൈലിയിലുള്ള ചിത്രങ്ങളിൽ 154 ചതുരശ്ര അടി വലുപ്പമുള്ള ഗജേന്ദ്രമോക്ഷം എന്ന ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നു. കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയുടെ പടിഞ്ഞാറേ അറ്റത്ത് തേവാരപ്പുരയിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ അരികിലായി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഈ വരാന്ത വഴി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അടുക്കള ഭാഗത്തെത്താം. ഒരു നടുമുറ്റത്തേക്കാണ് ആദ്യം എത്തുന്നത്. കൊട്ടാരത്തിൻ്റെ പൂമുഖത്ത് നിന്നും അടുക്കളയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന അടുപ്പുകളും വിവിധ ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച പഴയകാല പാത്രങ്ങളും സാമഗ്രികളും ഇവിടെ അടുക്കി വച്ചിരിക്കുന്നു. പൂമുഖം, കോവേണിത്തളം, തേവാരപ്പുര, പത്തായപ്പുര, അടുക്കള എന്നിവ താഴത്തെ നിലയിലും കിടപ്പറകളും മന്ത്രശാലയും അതിഥി മുറികളും മുകളിലത്തെ നിലയിലായും ക്രമീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ മഹാശിലയുഗ സ്മാരകങ്ങൾ, സ്മാരകശിലകൾ, കുടക്കല്ല്, വീരക്കല്ല്, നന്നങ്ങാടി എന്നീ പുരാവസ്തുക്കളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായ ഒരു വസ്തുവാണ് ഇത്, പല്ലക്ക്. ഇടങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശത്തിലെ സ്ത്രീകൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പല്ലക്കാണ് ഇവിടെ വച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഉടവാൾ
പ്രവേശന കവാടത്തിൻ്റെ അരികിലായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. പാലക്കാടുള്ള തിരുവേഗപ്പുറ ക്ഷേത്രത്തിൻ്റെ മാതൃകയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കുത്തനെയുള്ള തടിയിൽ തീർത്ത ഗോവണി കയറി വേണം മുകളിലത്തെ നിലയിലെത്താൻ. ചരിഞ്ഞ കിളിവാതിലുകളിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. നല്ല രീതിയിൽ വായുവും വെളിച്ചവും കടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. നീണ്ട ഇടനാഴികളാണ് ഈ കൊട്ടാരത്തിൻ്റെ വേറൊരു പ്രത്യേകത. 4 വശങ്ങളിലും മുറികളുള്ള, അതായത് വടക്കിനി, കിഴക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റിനിയും അതിനു നടുക്ക് നടുമുറ്റവും ഉള്ളതിനെയാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. ഈ കൊട്ടാരത്തിന് 4 നടുമുറ്റവും 22 മുറികളുമുള്ള 16 കെട്ടാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ് കൃഷ്ണപുരം കൊട്ടാരം. ഈ കാണുന്നതാണ് രാജസദസ്സ് അല്ലെങ്കിൽ മന്ത്രശാല. രാജാവിനിരിക്കാനുള്ള ഒരു വലിയ ഇടവും അരികിലായി സദസ്സിനുള്ള ഇരിപ്പിടങ്ങളും ഇവിടെ കാണാം. കിളിവാതിലുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നടുമുറ്റങ്ങളും പടിപ്പുരകളും കാണാൻ സാധിക്കും. കേരളീയ തച്ചുശാസ്ത്രത്തിൻ്റെ മകുടോദാഹരണമാണ് കൃഷ്ണപുരം കൊട്ടാരം. തേക്കിലും ഈട്ടിയിലും ആഞ്ഞിലിയിലും തീർത്ത മരപ്പണികൾ ഇവിടെ കാണാൻ സാധിക്കും. ശുദ്ധവായുവും വെളിച്ചവും ലഭിക്കുന്നതിനായി കൊട്ടാരത്തിന് ചുറ്റും എഴികൾ സ്ഥാപിച്ച ഇടനാഴികൾ നമുക്ക് കാണാം. കൊട്ടാര ഭിത്തികളെ മഴയിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള ഒരു വാസ്തുവിദ്യാ രീതിയാണിത്. മുകളിലത്തെ 2 മുറികളിൽ ഒന്നിൽ അതിബൃഹത്തായ നാണയശേഖരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരം ഇവിടെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. പുരാതന പെയിൻറ്റിങ്ങുകളും ലിഖിതങ്ങളും മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി വിനിമയത്തിൽ ഉണ്ടായിരുന്ന നാണയശേഖരമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മുദ്രാങ്കിത നാണയങ്ങൾ, ചേരചോള നാണയങ്ങൾ, തിരുവിതാംകൂർ കൊച്ചി നാണയങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങൾ എന്നിങ്ങനെ വിപുലമായ ശേഖരങ്ങൾ ഇവിടെ കാണാം. നാണയങ്ങൾക്ക് മുമ്പ് വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന കവടികളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൈവിലങ്ങുകളും അയൺ ബേണറ്റുകളും ലോഹം കൊണ്ടും കല്ലുകൊണ്ടുമൊക്കെയുള്ള പീരങ്കി ഉണ്ടകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രസിദ്ധമായ കായംകുളം വാളാണ് ഇത്. ഇരുതലം മൂർച്ചയുള്ള ഈ വാൾ ചാവേർ പടയാളികൾ ഉപയോഗിച്ചിരുന്നതാണ്. അരികിലായി വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജാ കേശവദാസിൻ്റെ പരിചയം പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ തപാൽ സേവനമായിരുന്നു അഞ്ചൽ പോസ്റ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളിൽ ആരംഭിച്ച ആദ്യകാല തപാൽ സേവനമാണിത്. ദേശീയപാത 66-ൽ കായംകുളം ഓച്ചിറ റൂട്ടിൽ ഓച്ചിറയ്ക്ക് സമീപമായാണ് കൃഷ്ണപുരം കൊട്ടാരം. ഇവിടെ പ്രവേശനം രാവിലെ 9 മണി മുതൽ 1 മണി വരെയും 2 മണി മുതൽ 4:30 വരെയുമാണ്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. ക്യാമറകൾക്കും മറ്റും അതിൻ്റേതായ പ്രത്യേക ചാർജുകൾ വേറെയുണ്ട്. പുരാവസ്തു വകുപ്പിനാണ് ഈ കൊട്ടാരത്തിൻ്റെ സംരക്ഷണ ചുമതല. തിങ്കളാഴ്ച ദിവസം മ്യൂസിയവും കൊട്ടാരവും തുറന്നു പ്രവർത്തിക്കുന്നതല്ല. കൊട്ടാരത്തിന് പിറകിലായി പടിഞ്ഞാറ് ഭാഗത്താണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നതിനുമപ്പുറം അറിയാത്ത ഒരുപാട് കഥകളും അരമന രഹസ്യങ്ങളും ഈ കൊട്ടാരത്തിന് നമ്മോട് പറയാനുണ്ടാകും. ചരിത്രമുറങ്ങുന്ന കൃഷ്ണപുരം കൊട്ടാരത്തോടൊപ്പം
അവയെല്ലാം അങ്ങനെ നിഗൂഢമായി തന്നെ നിൽക്കട്ടെ.